ഹായ് ഫ്രണ്ട്സ്, മൊയ്ന കൾച്ചർ അത് നമ്മൾ ക്യാപ്സൂൾ രൂപത്തിൽ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5-6 മാസം മുന്നേ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഉപകാരം നമുക്ക് ഇന്നാണ് കിട്ടിയത്. നമ്മളെ മൊയ്ന കൾച്ചർ ക്രാഷ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ 6 മാസം മുന്നേ മേടിച്ച ഒരു ക്യാപ്സൂളാണത്. അപ്പോൾ ശരിക്കുള്ള ഉപകാരം എന്താണത് എന്ന് പറഞ്ഞാൽ, ഈ ക്യാപ്സൂൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ആ കൾച്ചർ എടുക്കാം. സാധാരണയായി നമ്മൾ മൊയ്ന കൾച്ചർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ അക്വേറിയം ഷോപ്പ് മറ്റുള്ള സ്ഥലത്ത് നിന്ന് തേടി പിടിച്ച് പോകാം. അപ്പോൾ അവിടെ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ മൊയ്ന കൾച്ചർ നമുക്ക് കുറച്ച് കാലത്ത് കിട്ടിക്കോളുന്നില്ല. പക്ഷേ നമ്മളെ കയ്യിൽ ഈ ഒരു ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് മൊയ്ന കൾച്ചർ നമുക്ക് റീകൾച്ചർ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എങ്ങനെയാണ് നമ്മളൊന്ന് വിശദമായിട്ടാണ് പറയാൻ പോകുന്നത്. നോക്കി നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കൾച്ചർ. ഇതിപ്പോൾ ഉണ്ടോ, ഇതിൽ ഒറ്റ മോയിനെ പോലും ഇല്ല. നമുക്ക് റീകൾച്ചർ എടുക്കാൻ പോലും ചെറിയൊരു നമുക്ക് ഒരു ഒറ്റ മോയിനെ പോലും ഇല്ലാത്ത രീതിയിലായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറെ കൾച്ചർ തേടി പിടിച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മളെ കയ്യിൽ ഈ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് വീണ്ടും നമുക്ക് ഇതിന് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാപ്സൂൾ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ചത് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നോക്കി നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് മൊയ്നയുടെ എഗ്ഗ്. ഇത് നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തതാണ്. അപ്പോൾ പകുതിയോളം മൊയ്നയുടെ എഗ്ഗ് ഇതിലുണ്ട്. നമുക്ക് തന്നെ വീണ്ടും എടുക്കാം. അപ്പോൾ ശരിക്കുള്ള ഒരു ഉപകാരം നമുക്ക് ഈ ക്യാപ്സൂളിൻ്റെ ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് പുതിയ വെള്ളം നിറച്ച് ഈ ഒരു ഗുളികയുടെ പൊടി മൊയ്നയുടെ പൊടി നമുക്ക് ഇതിലേക്ക് വരാം. നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം. ഇത് കുറച്ച് പഴക്കമുണ്ടത്. നമ്മൾ അന്ന് വന്ന കൾച്ചർ ഇതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഒരുപാട് കാലം ഒരുപാട് സമയം നമുക്ക് ഇന്ന് കിട്ടീന് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മൊയ്ന മാറ്റിയിട്ടാണ് എടുത്തത്. അന്നത്തെ വെള്ളമല്ല, നമ്മൾ മൊയ്ന മാറ്റി കൾച്ചർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നമുക്ക് അതിനൊന്നും മൊയ്ന കിട്ടാത്ത രീതിയിലേക്കായി. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് വാട്ടർ നിറയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മളത് പൊട്ടിച്ച് ഗുളിക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ മൊയ്നയുടെ എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ വേർതിരിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മണൽത്തരീൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ലക്ഷക്കണക്കിന് മൊയ്നകളാണ് ഇന്ന് വിരിഞ്ഞിറങ്ങി വരിക. അപ്പോൾ നമ്മൾ പലർക്കും ഇതൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് സെറ്റാവുക. അപ്പോൾ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. മൊയ്ന നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട. നമ്മളെ കയ്യിൽ ഈ ഗുളികയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്നൊരു കൾച്ചർ എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം. ഇപ്പോൾ അക്വേറിയത്തിൽ നമ്മൾ വെള്ളമൊക്കെ ക്ലീൻ ചെയ്തു നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മൊയ്നയുടെ എഗ്ഗ് ജസ്റ്റ് ഇതിലേക്ക് റിലീസ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മളിതിൽ പീസിൻ്റെ വെള്ളം ഒന്നും വേണ്ട, സാധാ നോർമൽ വാട്ടർ, ഉപ്പ് വെള്ളം ഒന്നും വേണ്ട, സാധാ നോർമൽ വാട്ടർ, വെള്ളത്തിൽ ഒന്നും ചേർത്തിട്ടില്ല. നോർമൽ വാട്ടറിൽ 3 ദിവസം കൊണ്ട് ഇത് വിരിഞ്ഞിറങ്ങും. വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മളിനി പഴയ മാതിരി അങ്ങനെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല. നമ്മളിത് മൊയ്ന ഇത് സെറ്റായതിനു ശേഷം, മൊയ്ന വിരിഞ്ഞിറങ്ങിയ ശേഷം ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. കൊതു വരാതിരിക്കാൻ വേണ്ടി ഈ നെറ്റും നല്ല സേഫായിട്ട് മൂടി വയ്ക്കുക. ഇല്ലെങ്കിൽ കൊതു വന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ ഒന്നും ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നെറ്റ് വന്ന് മൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കൊതു വന്ന് കൂത്താടി വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ എഗ്ഗൊക്കെ അവർ തന്നെ കഴിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ, വേറൊന്നും ചെയ്യേണ്ട. പിന്നെ ചെറിയൊരു വെയിലടിക്കുന്ന രീതിയിൽ ഒരു സൈഡിൽ ഒരു ചെറിയ വെയിലില്ല, ഓവറായിട്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ചൂടായിട്ട് ഈ എഗ്ഗൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ചെറിയൊരു വെയിലടിക്കുന്ന രീതിയിൽ ആണെങ്കിൽ ആൽഗം കൂടി ഫോം ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ജനലിൻ്റെ സൈഡിലൊക്കെ കൊണ്ടൊക്കെയാണ് നല്ലത്. ഇല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും നെറ്റ് എന്തെങ്കിലും വെച്ച് സേഫാക്കി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു 7 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നോക്കുന്നത്. അന്നത്തെ 2 ദിവസം 3 ദിവസം ഒന്നും നോക്കിയിട്ടില്ല. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സ്ഥിതിയാണ്. ഇപ്പോൾ നമ്മൾ മൊയ്ന ഫോം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, നമ്മൾ ആ ക്യാപ്സൂളിലാണ് നമുക്ക് ഇത്രയും മൊയ്ന കിട്ടിയത്. അപ്പോൾ അത് പെരുകി വരുന്നേ ഉള്ളൂ. ഇനി ഇത് പെരുകി വരുന്നാലേ നമുക്കൊരു 10-15 ദിവസം കൊണ്ട് നമുക്ക് ഇരട്ടി നമുക്ക് മൊയ്ന കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിന്ന് കൾച്ചർ ചെയ്തെടുത്താൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം കൊണ്ട് നടക്കാം. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ട് നടന്നാൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ചില സമയത്ത് തന്നെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ മൊയ്നയുടെ ടാങ്ക് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അതിൽ വിരിയാത്ത കുറേ എഗ്ഗുകളുണ്ടായിരുന്നു. എന്നാലും നമുക്ക് 99% മൊയ്നയുടെ എഗ്ഗ് നമുക്കതിൽ നിന്ന് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല റെഡ് കളറായിട്ട് വലിയ സൈസായിട്ടാണ് കേട്ടോ വിരിഞ്ഞിറങ്ങി വന്ന. ഒരാഴ്ച പ്രായമുണ്ടല്ലോ അവർക്ക്. അപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ടാണ് നമുക്ക് അത് ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഈ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ അതിൽ ചെറിയ മൊയ്നകളും നമുക്ക് കാണാൻ സാധിക്കും.
ഇതിപ്പോൾ നല്ല ഗ്രീൻ വാട്ടർ ആയിട്ടുണ്ട്, കാരണം നല്ല വെയിലല്ല ഇപ്പോൾ ഈ സമയത്ത്, നല്ല വെയിലായതുകൊണ്ടാണ് ഇത് ഗ്രീൻ വാട്ടർ ആയത്. പുറത്താണ് ഇത് വെച്ചിട്ടുള്ളത്, ചെറിയൊരു വെയിൽ തട്ടുന്ന രീതിയിലാണ്. ഈ സൈഡിലൊക്കെ ഇത് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഈ കൂട്ടം കൂടി നിന്ന് അതിലാണ് ഇവർ ബ്രീഡിങ് നടക്കുക. ബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൊണ്ട് അവർ എഗ്ഗ് ലേ ചെയ്യാൻ തുടങ്ങും. ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വലുപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല സൈസിലായിട്ടുണ്ടത്. ഇവരെപ്പോഴും ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നന്നേരം ആദ്യം എടുക്കുന്നത് ഉച്ചനേരമായപ്പോൾ നമുക്കിതൊന്നും കാണില്ല കേട്ടോ, അത്രയും ചൂടാണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മുക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇവരെന്നെ ഇങ്ങനെ പരസ്പരം, ഇതിലിപ്പോൾ ഫീമെയിൽ മെയിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ പറയാൻ പറ്റും. അവരെന്നെ വേഗം ബ്രീഡാവും, വേഗം ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യാറ്. വളരെ പെട്ടെന്നായിരിക്കും പിന്നെ അവരെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അതാണ് നമ്മൾ ലക്ഷക്കണക്കിന് മൊയിനൊക്കെ നമ്മൾ ടാങ്കിൽ തന്നെ കാണുന്നത്. കൂട്ടം കൂടി നിൽക്കും. ഒരു കോറിൽ ചിലപ്പോൾ 100 ഗ്രാം 200 ഗ്രാമൊക്കെ വലിയ വലിയ ടാങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഈ ടാങ്കിൻ്റെ അവസ്ഥ കൂടി നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു 15 ദിവസങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ മൊയിനയുടെ ക്യാപ്സൂളിൽ എങ്ങനെ അത് വെറ്റി പെരുകി ഉണ്ടായിട്ടുണ്ട്. ക്യാപ്സൂളിൽ അന്ന് വിരിഞ്ഞ ആ ഒരു മൊയിനയാണ് നമ്മൾ അന്ന് കണ്ടത്. ഇനി അതല്ല, ആ മൊയിന വെറ്റി പെരുകി വരും. അപ്പോഴാണ് നമുക്കത് മൊയിന ആ കൾച്ചർ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. 15 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എങ്ങനെയുണ്ട്? ഇന്നത്തേക്കാളും കൂടുതൽ പെറ്റി പെരുകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകത ഒന്നും നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്, മൊയിനയുടെ കുഞ്ഞുങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ മൊയിന വീണ്ടും മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങി വന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപാട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്ന് ഈ ഒരു കൾച്ചർ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് കുറച്ച് മൊയിന കൾച്ചർ വേറെ ടാങ്കിലേക്ക് ഇട്ട് സെറ്റാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് ഇവിടെ സെറ്റാക്കി കുറേ ബേസിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അന്നത്തെ പ്രശ്നം കണ്ടിട്ട് ഇപ്പോൾ നല്ല ചൂടായ ശേഷമാണ് നമുക്കിത് അന്ന് മൊയിന കൾച്ചർ നശിച്ചു പോയത്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് ഇവിടുന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കയ്യിൽ ആ ഒരു ക്യാപ്സൂൾ ഞാൻ വീട്ടിൽ തിരഞ്ഞ് കണ്ടുപിടിച്ച് നമുക്കതിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നമുക്കതിൽ ആ ഒരു മൊയിന കൾച്ചർ വീണ്ടും നമുക്കതിൽ ഇഷ്ടം പോലെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്സൂൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എത്രയാണ് നമ്മളിപ്പോൾ ഇതിൽ മൊയിന കൾച്ചർ പെരുകി വന്നത്. ഇനി നമുക്കത് ലൈഫ് ടൈം ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ലൈഫ് ടൈം കൊണ്ടുപോകാനുള്ള പ്രത്യേകത, നമുക്ക് വേറെന്തോ പ്രശ്നം നമുക്ക് പറഞ്ഞത്, മൊയിന കൾച്ചർ ഏത് സമയത്ത് ചിലപ്പോൾ ക്രാഷായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വന്നാലും, ഈ മഴ പെട്ടെന്ന് ഇപ്പോൾ അതിൽ മഴ പെയ്യുകയാണെങ്കിലും ഒക്കെ ആ ഒരു സമയത്ത് മൊയിന കൾച്ചർ ക്രാഷായി. അപ്പോൾ അതിൽ നമ്മളെന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൾച്ചർ ഇങ്ങനെ സെപ്പറേറ്റ് വേറെ ടാങ്കിലേക്ക് നമ്മൾ ആക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് മാർഗ്ഗം. ഇല്ലെങ്കിൽ ഇതേമാതിരി ക്യാപ്സൂൾ നമ്മൾ മേടിച്ച് വെച്ചാൽ നമുക്കൊരു 7 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് മൊയിന കൾച്ചർ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആ ക്യാപ്സൂൾ എന്ന് പറയുന്നത്, മൊയിനയുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കീപ്പ് ചെയ്ത പോലെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മൊയിന കൾച്ചർ ക്രാഷ് ആയിപ്പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കേണ്ട. ഇപ്പം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഒന്ന് ബാക്കിയായി വന്നതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുത്ത് നമുക്ക് മൊയിന കൾച്ചർ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊയിനെ കുറിച്ച് നമ്മൾ മറ്റുള്ള മൊയിനേക്കാളും കുറച്ചും കൂടി ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. കാരണം നല്ല ഒരു പവർഫുൾ മൊയിനയുടെ ക്യാപ്സൂളാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഈ ഒരു മൊയിന ക്യാപ്സൂൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കൊറിയറായിട്ട് നമുക്കിത് കയ്യിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയത്. ഇന്ന് ഓർഡർ ചെയ്ത് നാളെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇത് നമുക്ക് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ക്യാപ്സൂൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ 1-2 ക്യാപ്സൂൾ മേടിച്ചാൽ മതി. ഈ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക്, എല്ലാത്തവർക്കും, നമുക്ക് റീറ്റെയിൽ വലിയ കടകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊന്നിച്ച് മേടിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് എവിടേക്ക് ഓൾ ഇന്ത്യ കൊറിയറായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു മൊയിന ക്യാപ്സൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മൊയിന ക്യാപ്സൂളിൻ്റെ അൺബോക്സിങ്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.